അറ്റെന്ന് പറയുന്നത് ഒരു കോമൺ എല്ലാരും ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു സൈൻ ആണല്ലോ. മജോറിറ്റി ഓഫ് ഇത് ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. ഇതിന് ഏറ്റവും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. അറ്റ് ഭയങ്കര കോമൺ ആണ്. അത്രയിട്ട് വെച്ചിട്ടാണ് എങ്ങനെയാണെങ്കിലും അതിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. പിന്നെ പാമ്പെന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് വന്നത് ഒരു ഇതൊരു ഇതാണല്ലോ, ഒരു ട്രാപ്പ് പോലെയാണല്ലോ. സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു സ്നേക്കുകളൊക്കെ നമ്മളെ മുറുക്കുന്ന പോലെ ഒരുപാട് എലമെന്റ്സിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഡ്രഗ്സും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും അതൊരു പോയിസൺ. അപ്പൊ ശരിക്കും ഒരു സൈബർ അങ്ങനത്തെ ഒരു കഥയായിട്ടാണ് പോണത്. അതിന്റെ ഒരു അഡിക്ഷനെ പറ്റിയിട്ടാണല്ലേ പറയണത്? അഡിക്ഷനെ കുറിച്ചല്ല, നമുക്ക് ഈ ഇതില് എന്താ പറയുക, ഡാർക്ക് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ഒരുപാടുണ്ട്. അപ്പൊ അതില് ഒരു സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയാം. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ഡാർക്ക് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവി വരുന്നത്. അപ്പൊ നയന ചേച്ചി ബീങ് എ പാർട്ട് എന്ന് തോന്നുന്നു. സോ ഹാപ്പി. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വന്നപ്പോ തൊട്ട് ഞാൻ നോക്കണ്ട് കൂട്ടത്തില് 3 കൊമ്പന്മാരുടെ ഇടയ്ക്ക് ഭയങ്കര ഒരു പൂച്ചിക്കുട്ടിയുടെ പോലെ ഇരിക്കുന്നുണ്ട്. സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിൽ അടിപൊളിയായിരുന്നു. സിംഹക്കുട്ടിയായിട്ട് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഷാജുവേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. പൊളിച്ചേനെ. ഇപ്പൊ എല്ലാരും ഓരോ വേറെ വേറെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോൺ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. അത് ഒരു മൂവിയുടെ ചെറിയ പാർട്ടാണെങ്കിലും വലിയ പാർട്ടാണെങ്കിലും അത് അത്രയും വലിയൊരു എഡിറ്റർ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആണ്. ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ഇത് എന്താ ഒരു ക്യൂരിയോസിറ്റി എന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എക്സൈറ്റ്മെന്റ്, നല്ല എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ട് ഈ സിനിമയുടെ പിന്നിൽ. ആദ്യത്തെ ഒരു സൈബർ പങ്ക് ബേസ്ഡ് അല്ലെങ്കിൽ സൈബർ ബ്ലാക്ക് എന്താണ് ഡാർക്ക് വെബ് ബേസ്ഡ് പടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഒരു ഫ്രഷ് എലിമെന്റ്സ് ഇതിലുണ്ട്. അതിലുപരി ഡോൺ മാക്സിന്റെ ഒരു പടം എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ അതിൽ എന്തൊക്കെ ഡിഫറൻസ് വരും, ആ ഒരു കഥ പറയുന്ന രീതി ഇതിൽ വേറെ ആയിരിക്കും. ഒരു എഡിറ്ററിന്റെ വിഷൻ പെർസ്പെക്റ്റീവ് എൻറ്റയർലി വേറെ ആയിരിക്കും. ചേട്ടന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്താ ഈ മൂവിയിലേക്ക് വരുന്നതിന് മുന്നേ ഫ്രം ദ ഫാമിലി? പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അഡ്വൈസ് ആയിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഇത് എനിക്കൊരു എൻസൈക്ലോപീഡിയ പോലെയാണ്. അതായത് എല്ലാം ക്യൂരിയോസിറ്റിയോടെ ക്യാമറ, ലൈറ്റ്സ് എല്ലാം പഠിക്കാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പറന്ന് നടപ്പുണ്ടായിരുന്നു. അതെ, ശരിക്കും ഇതിന് വേണ്ടിട്ട് നമ്മുടെ പടത്തിനായിട്ട് എന്തെങ്കിലും ഫിസിക്കലി ചേട്ടൻ മാറിയിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, നമ്മള് ആക്ച്വലി ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, ഒരു ഏജിലേക്ക് മാറുന്നതിന്. അത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആകാശന് ആക്ച്വലി ഹീറോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ പറയുന്ന ഫൈറ്റ് അത് പ്രാക്ടീസ് ചെയ്തു. കുറച്ച് നാൾ ഫൈറ്റ് ചെയ്തു, അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ആക്ച്വലി അങ്ങനെയുള്ള ഏരിയ ഒന്നുമില്ല. നമ്മുടെ ഒരു ഫാദർ ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹം പള്ളിയിലച്ഛനല്ല, അതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഇയാളുടെ നടപ്പിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ സക്സസ്സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലില്ല. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കണ്ട. ഇതുപോലൊരു പുതിയ ഒരു സംഭവത്തിലൊരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഭാഗമാവുക, അതും മുഴുനീള കഥാപാത്രമാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പണ്ട് തുടങ്ങി ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. മിമിക്രി ചെയ്യും, അതേസമയം സീരിയലില് ചെയ്യും, സിനിമയിൽ ചെയ്യും. ഞാൻ വിളിച്ചൊരു കാര്യം, ഇതിനകത്ത് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻസോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈൽസ് ഒക്കെ അല്ലേ, ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യണ്ടാ? മിമിക്രി, സിനിമ, സീരിയല്, ആൽബം, എല്ലാത്തിലും നമുക്ക് ജോലികളും ചെയ്യും ജീവിക്കാൻ വേണ്ടിയുള്ള. പക്ഷെ നമുക്ക് അന്ന് ആക്ച്വലി എന്താണോ പ്രേക്ഷകർക്ക് ആ സമയത്ത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്, അതിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. മിമിക്രിയുടെ പീക്ക് ടൈമിലാണ് ഞാൻ മിമിക്രി ജോയിൻ ചെയ്തത്. അന്ന് ഞങ്ങൾ അബിക, ദിലീപ് ഏട്ടൻ, ആദർശ അവരുടെ ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ചിലൊക്കെ ഞങ്ങളായിട്ട് ഞാൻ കോട്ടയം നസീർ, സലീംകുമാർ, ഞങ്ങളുടെ ബാച്ച്. അതിന്റെ ഏറ്റവും സുവർണ്ണകാലത്ത് ഞാൻ അതിനകത്തുണ്ടായിരുന്നു. മിമിക്രിക്കാർ സിനിമയിൽ വരുമ്പോൾ ആ സിനിമയുടെ സുവർണ്ണകാലത്തിനകത്ത് ആ ഗ്രൂപ്പിൽ വരാൻ ഉള്ള ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്.
ഏറ്റവും സീരിയലിന്റെ ഏറ്റവും ടോപ്പ് Top സമയത്താണ് സമയത്ത് അത് ചേട്ടൻ നായകനായിട്ട് ഞാൻ സീരിയലിലുണ്ടായിരുന്നു. ആൽബംസ് എന്ന് രാവിലെ ടി വി പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ചേട്ടനുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് അതായത് ഒരു സീസണിൽ ഇപ്പൊ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ കറുത്ത മുണ്ടും ഇതും തലയിൽ കെട്ടും. അതെപ്പോഴും രജിസ്റ്റർഡായിട്ടുള്ള ഇമേജ് ആണ്. ഇനിയിപ്പോ ദേവിയുടെ ഉത്സവമാണെങ്കിൽ കാവ്യമുണ്ടും പള്ളിപ്പെരുന്നാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുരിശ് ചുമന്നുകൊണ്ട് ആ വഴിക്ക് യാത്ര. ഒരു വ്യത്യാസമില്ല. സീസണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. സിനിമാ നടനാണ്. ഒരു സിനിമാ നടനാകുമ്പോൾ നമുക്ക് സ്ട്രഗിൾ ഉണ്ട്. ഒരു നടനാവുന്ന സമയത്ത് അത് കീപ്പ് ചെയ്യണം. AC-ലല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളത് ചെയ്യാൻ പറ്റും. സിനിമയില്ലെന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറ്റില്ല. ചോദിക്കുന്നവരൊക്കെ പടമൊന്നുമില്ലേ എന്നുള്ള ആദ്യം ചോദിക്കുന്നത്. എല്ലാവർക്കും പറയാനും കേൾക്കാനും ഇഷ്ടമാണ്. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ വർക്കൊന്നുമില്ല, കാണുന്നില്ലല്ലോ. ഒരിക്കലും പുതിയ വർക്ക് ഏതാന്ന് ചോദിക്കില്ല, ഇല്ലേന്നാ ചോദിക്കുക. ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടെ തളർത്തുന്ന ഒരു സിറ്റുവേഷൻ അതാ. ഇത് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലയോ എന്നൊരു സംശയം. പിന്നെ ചോദിക്കുമ്പോൾ ഇതിലേക്ക് പോയാൽ എന്ത് കിട്ടുന്നു ചോദിക്കും. അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് അവരെയൊക്കെ തളർത്താൻ വേണ്ടി ഞാൻ കയറ്റി പറയും ഫോട്ടോ അടിക്കിരുന്നോട്ടെ. ഞാൻ 2 ദിവസം ചിലപ്പോൾ ഉറങ്ങില്ല. നമുക്ക് സ്ട്രഗിൾ നമ്മൾ മാത്രം അനുഭവിക്കുന്നത്. അതൊക്കെ കാലഘട്ടത്തിന് ശേഷം, കോവിഡിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി സിനിമയിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു തുടങ്ങി. ജീവിതത്തിൽ നമ്മളെ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായത് കോവിഡിന് ശേഷമായി. മലയാള സിനിമ മാറുന്നതും കോവിഡിന് ശേഷമായി. കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ പകുതിയെ കഴിഞ്ഞിട്ട് ഓടുന്ന സിനിമകളായി അയ്യപ്പനും കോശിയും അഞ്ചാം പാതിരയൊക്കെ. അവിടെ നിങ്ങളുടെ എൻ്റെ കരിയറിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു ചെയ്യാവുന്നതിന്റെ മാക്സിമം എക്സ്ട്രീമായിട്ടുള്ള ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് വേഷങ്ങൾ ഇപ്പൊ ഗുമസനിലൊക്കെ വേഷം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ള ഒരു എക്സ്ട്രീം ലെവലാണ്. അത് ഈ സിനിമയിലാണ്.